നല്ല പ്രോഗ്രസ്സാണ് സർക്കാരിന്, അതുപോലെ തന്നെ അതിലുള്ള മന്ത്രിമാർക്ക്, CPIM-നും ഒക്കെ നല്ല പ്രോഗ്രസ്സാണല്ലോ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പ്രോഗ്രസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. കാരണം ഒരു തുടർ ഭരണത്തിലേക്കൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതിപ്പോൾ ഓരോ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളുകളുടെയൊക്കെ ജീവിത രീതിയിൽ, പശ്ചാത്തലത്തിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ കൃത്യമായി നമുക്ക് ആ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. സമാനമായ രീതിയിൽ ഇവിടെയും ആ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു വർഷം കൂടി അവർക്ക് കൂടുതൽ പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ എടുത്തു പറയുന്ന ഈ ജനക്ഷേമ വികസന ചരിത്രത്തിൻ്റെ 9 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. അതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കൃത്യമായി എത്രയാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇട്ടുകൊടുക്കേണ്ട മാർക്ക് എന്നുള്ളത് വ്യക്തമാക്കും. കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് എന്ന് തോന്നുന്നു ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇട്ടുകൊണ്ട് അവരുടെ ഒരു എഡിറ്റോറിയലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടന്റാണ്. അതിൽ ഓരോ മന്ത്രിയുടെയും വകുപ്പിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവരായിട്ട് ഇറക്കിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് നിയമമന്ത്രി പി രാജീവിനാണ്. വ്യവസായവും നിയമവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി പി രാജീവിനാണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അക്കാര്യത്തിൽ പി രാജീവിന് കൂടുതൽ മാർക്ക് കൊടുക്കേണ്ട ഒരു വർഷങ്ങളാണ് കടന്നുപോയത് എന്ന് വ്യക്തമാകും. കാരണം വ്യവസായ മേഖലയിലടക്കം പുരോഗതികൾ ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. പക്ഷേ അവകാശപ്പെടുന്നത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നതാണല്ലോ ഇതിൽ അളവുകോലായി നമ്മൾ എടുക്കേണ്ടത്.